മനുഷ്യരുടെ ജീവിതത്തിൽ സാമ്പത്തിക അടി ലഭിക്കുന്നതിന് കാരണമാകുന്ന പ്രധാനമായൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം വിലയിരുത്തുക. സാമ്പത്തിക അടി ലഭിക്കുന്നതിൻ്റെ പ്രധാനമായൊരു കാര്യം, അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ എന്താണ് എന്നുള്ളതും, യഥാർത്ഥ ധനികർ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ അതിൻ്റെ ശരിയായ രീതി എന്നുള്ളതും, ഇസ്ലാമിക, ക്രൈസ്തവ, ഹൈന്ദവ ദർശനപ്രകാരമാണെങ്കിലും അതെങ്ങനെയാണ് സാമ്പത്തിക അടിക്ക് കാരണമാകുന്നത് എന്നുള്ളതും എല്ലാ കാറ്റഗറി ആളുകൾക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഫിനാൻഷ്യൽ ഗെയിം എന്നത്, പണസമ്പാദനം എന്നത് ഒരു ഫിസിക്കൽ ഗെയിം അല്ല, ഒരു ശാരീരിക പ്ലേ അല്ല, മെൻ്റൽ ഗെയിമാണ്, സൈക്കോളജിക്കൽ ഗെയിമാണ്. പണം ഉണ്ടാക്കുന്നത് മാനസികമായ ഗെയിമാണ്. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം കൂടി നമുക്ക് ലോകത്ത് കാണാൻ കഴിയും. ഏത് മേഖലയാകട്ടെ, ഒരേപോലെ അധ്വാനിക്കുന്നവരും എത്ര ആഗ്രഹിക്കുന്നവരും, എത്ര ആഗ്രഹിച്ചിട്ടും, എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ശ്രമിച്ചിട്ടും, അത് എത്ര പ്രാർത്ഥിച്ചിട്ടും, ദൈവവിശ്വാസികളാണെങ്കിൽ, സയന്റിഫിക് ടെമ്പർ ആണെങ്കിൽ, എത്ര ടെക്നിക്കുകൾ, ഏതെല്ലാം രീതിയിലുള്ള ബിസിനസ് ക്ലാസ്സുകളും മണി മേക്കിംഗ് എല്ലാം പഠിച്ചതിന് ശേഷവും പണം സമ്പാദിക്കാൻ കഴിയാതെ പോകുന്നവരുമുണ്ട്. അതായത് പണം വന്നു ചേരാത്തവരുമുണ്ട്. വന്നാൽ തന്നെ നിലനിൽക്കുന്ന അതിലേറെ ബാധ്യതകളിൽ അകപ്പെട്ടു പോകുന്നു. ഏതായാലും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും നിലനിർത്താനും കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് ലോകത്ത് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാന ബ്ലോക്ക്, അതിൻ്റെ അടിസ്ഥാന സാമ്പത്തിക അടിക്ക് കാരണമാകുന്ന ഏറ്റവും അടിസ്ഥാന കാര്യമാണ് പറയുന്നത്. അത് ഇത്രയുമേ ഉള്ളൂ: എൻ്റെ ആവശ്യത്തിന് ഉപകരിക്കാൻ മാത്രം പണം ലഭിച്ചാൽ മതി എന്ന ചിന്തയാണത്. അത് അതിസമ്പന്നർക്ക് മാത്രമേ അതല്ലാതെ മാറി ചിന്തിക്കാൻ കഴിയൂ. എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ പണം എത്ര കിട്ടിയാലും മതിയാക്കാതിരിക്കാൻ അതിസമ്പന്നർക്കേ കഴിയുള്ളൂ. അത് നമുക്ക് കാണാം. ഈ ചിന്ത എങ്ങനെയാണ് അപകടകരമാകുന്നത് നോക്കാം. അതായത് എൻ്റെ ആവശ്യത്തിന് ഉപകരിച്ചാൽ മതി, എനിക്ക് ആവശ്യത്തിനുള്ള പണം ലഭിച്ചാൽ മതി. അത് ഈ സാമ്പത്തിക അടി നേരിടുന്ന എല്ലാവരും സ്വന്തം മനസാക്ഷിയെ തൊട്ട് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കിക്കോളൂ. ഏതായാലും എത്ര കിട്ടിയാലും മതിയാകില്ല എന്നുള്ള ചിന്തയല്ല നിങ്ങൾക്ക് എന്നുള്ളത് 100% ഞാൻ ഉറപ്പു തരാം. എത്ര കിട്ടിയാലും മതിയാകില്ല എന്നുള്ള ചിന്ത, അതായത് 1-2 ആഴ്ചകൾക്ക് മുൻപിലാണ് ആ ചിന്ത വന്നതെങ്കിൽ കാര്യമില്ല, അതിന്റെ ഫലം ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. കുട്ടിക്കാലം മുതലേ എത്ര കിട്ടിയാലും മതിയാകില്ല എന്നുള്ള ചിന്ത ഉള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക അടി നേരിടേണ്ടി വരില്ല. അതല്ലാതെ എൻ്റെ ആവശ്യത്തിന് ലഭിച്ചാൽ മതി, എനിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയാൽ മതി എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സാമ്പത്തിക അടിക്ക് കാരണമായി തീരും. ഒരു ചെറിയൊരു ലളിതമായ രസകരമെന്ന് തോന്നിക്കുന്ന ഒരു കാരണം പറയാം. അതായത് പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണ് വീട്ടുകാരോട് പറയാതിരിക്കട്ടെ, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപകരിച്ചാൽ മതി എന്നാണ് പറയുന്നതെങ്കിൽ അടിയുടെ പെരുന്നാളായിരിക്കും. എന്നതുപോലെയാണ് എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപകരിച്ചാൽ മതി എന്നുള്ളത് സാമ്പത്തിക അടിയുടെ പെരുന്നാളിന് കാരണമായി തീരുന്നത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, നമ്മുടെ ബോധമനസ്സിലൂടെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കൊടുക്കുന്ന കമാൻഡാണ് ആവശ്യങ്ങൾക്ക് ഉപകരിച്ചാൽ മതി എന്നുള്ളത്. ഇനി അത് പ്രപഞ്ചവുമായിട്ടുള്ളൊരു അലൈൻമെന്റ്, സയന്റിഫിക് ടെമ്പർ പറയുകയാണെങ്കിൽ മണി എന്നത് ലൈഫ് എനർജിയാണ്. ബാർട്ടർ സമ്പ്രദായ കാലഘട്ടമല്ല, കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടക്കുന്ന ലൈഫിലെ എല്ലാ ആവശ്യങ്ങളും, വിശദീകരിക്കുന്നില്ല, എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടപ്പാക്കുന്ന ലൈഫ് എനർജിയാണ് പണം. അത് എനിക്ക് ആവശ്യത്തിനുള്ളത് മതി എന്ന് പറയുന്നത് ഒരു ഹാർമണി അല്ല, ഒരു ശരിയായ അലൈൻമെന്റ് അല്ല. ഇവിടെ യഥാർത്ഥ ധനികരെ നോക്കൂ. അതിനുശേഷം ഇസ്ലാമിക, ക്രൈസ്തവ, ഹൈന്ദവ ദർശനങ്ങൾ പറയാം. യഥാർത്ഥ ധനികർ, അവിടെയാണ് യഥാർത്ഥ ധനികരുടെ മൈൻഡ് സെറ്റിനെ പഠിക്കേണ്ടത്. യഥാർത്ഥ ധനികരാരും തന്നെ, അതായത് അതിസമ്പന്നരാരും തന്നെ മതിയാക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും ധനികരായ മലയാളികളാകട്ടെ 40,000 കോടിയും ലക്ഷം കോടിയും ലഭിച്ചതിന് ശേഷവും എനിക്ക് മതിയായി, എൻ്റെ ആവശ്യത്തിനുള്ളത് മതി എന്ന് പറയുന്നില്ല. ആ യഥാർത്ഥ മൈൻഡ് സെറ്റുമായാണ് താരതമ്യം ചെയ്യേണ്ടത്. ലോകത്തുള്ള ആ 90% സാമ്പത്തികമായി പരാജയപ്പെട്ട ആളുകളുടെ കേട്ടുകേൾവിയുമായി അല്ല സ്വയം താരതമ്യം ചെയ്യേണ്ടത് എന്നുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികരാകട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ധനികരാകട്ടെ 10 ലക്ഷം കോടിയും, ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായി പറയുകയാണെങ്കിൽ 10 ലക്ഷം കോടിയും അല്ലെങ്കിൽ 50 ലക്ഷം കോടിയും, എത്ര ലക്ഷം കോടി കിട്ടിയതിനു ശേഷവും അവരാരും മതിയാക്കുന്നില്ല. ഇതാണ് യഥാർത്ഥ റിച്ച് മൈൻഡ് സെറ്റ്. ഇതറിയാതെ കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളെല്ലാം പഠിച്ച് മാനിഫെസ്റ്റേഷൻ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുകയും ആത്മാർത്ഥമായി എനിക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല എന്ന് ചിന്തിക്കാനുള്ള ധൈര്യക്കുറവും, എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് ചിന്തിക്കാനുള്ള ധൈര്യം ഉണ്ടാകണം. ഇനി അത് ഇസ്ലാമിക ദർശനപ്രകാരം നോക്കുകയാണെങ്കിൽ പണവും സമ്പത്തും എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെങ്കിൽ എനിക്ക് കുറച്ചു മതി അള്ളാഹുവെ എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. എത്ര വേണമെങ്കിലും പോന്നോട്ടെ. അതുപോലെ തന്നെ ക്രൈസ്തവ ദർശനപ്രകാരമാണെങ്കിൽ യേശുവിൻ്റെ ദാനമാണ്, അല്ലെങ്കിൽ യഹോവയുടെ ദാനമാണ്. കുറച്ചു മതി യഹോവേ, കുറച്ചു മതി യേശുവേ. അതല്ല, എത്ര വേണമെങ്കിലും പോന്നോട്ടെ.
ഹൈന്ദവ ദർശനപ്രകാരമാണെങ്കിൽ ഓപ്ഷൻസേ ഇല്ല. ഹൈന്ദവ ദർശനപ്രകാരം പണം, ധനം എന്ന് പറയുന്നത് സാക്ഷാത് ലക്ഷ്മി ദേവിയാണ്. ഒരിക്കലും കുറച്ചു മതി എന്ന് പറയാൻ, ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് ആത്മാർത്ഥമായി അവകാശപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ എത്ര വേണമെങ്കിലും പോന്നോട്ടെ. അതായത് അതെല്ലാം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങുകളായി കണക്കാക്കിയാൽ തന്നെ ആ മതവിശ്വാസങ്ങളൊന്നും ഈ കാര്യത്തിൽ തെറ്റല്ല, വളരെ ശരിയാണ്. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു പുവർ മൈൻഡ് സെറ്റിലേക്ക് വഴുതി വീഴാതെ എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് ചിന്തിക്കാനുള്ള ധൈര്യം ഉണ്ടാകുക. അള്ളാഹുവിന്റെ അനുഗ്രഹമായി കാണുന്ന ഒരു അറേബ്യൻ ധനാഢ്യന് ഒരിക്കലും മതിയായി അള്ളാഹു എന്ന് പറയാൻ കഴിയില്ല. എത്ര വേണമെങ്കിലും പോന്നോട്ടെ. കാരണം അതിന് നിരവധി കാരണങ്ങളുണ്ട്, അത് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നില്ല. അതായത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് പണം കിട്ടിയാൽ. അപ്പോൾ ഒരിക്കലും ഒരു മനസ്സിൽ നന്മയുള്ള മനുഷ്യർക്ക് ഒരിക്കലും പണം മതിയാകുന്നില്ല എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു വെച്ചുകൊണ്ട്, അതുപോലെ തന്നെയാണ് ക്രൈസ്തവ മതവിശ്വാസ പ്രകാരമാണെങ്കിലും യേശുവിന്റെ ദാനമാണ്, എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് പറയാനേ കഴിയുള്ളൂ. ലക്ഷ്മിയാണെങ്കിലും എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് പറയാനേ കഴിയുള്ളൂ. നിങ്ങൾ സ്വയം സത്യസന്ധമായി ചിന്തിക്കുക. നിങ്ങളുടെ ചിന്ത എവിടെയാണ് എന്നുള്ളത്, നിങ്ങളുടെ ധാരണ എവിടെയാണ് എന്നുള്ളത്. എനിക്ക് ആവശ്യത്തിനുള്ളത് മതി എന്നാണ് ചിന്ത എങ്കിൽ ആ പെണ്ണ് കാണാൻ പോയതുപോലെയാണ് സാമ്പത്തികമായ അടികൾ. അത് ശ്രദ്ധിക്കുക. ഇനി എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് ചിന്തിക്കാനെങ്കിലുമുള്ള ധൈര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉപബോധ മനസ്സ്, യൂണിവേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചം, അല്ലെങ്കിൽ മണി അലൈൻമെന്റുകളെല്ലാം ശരിയാകുന്നത് എന്നുള്ളത്. നന്നായി ചിന്തിക്കുക, ആഴത്തിൽ ചിന്തിക്കുക, സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിക്കുക, വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലും മാറ്റം വരിക തന്നെ ചെയ്യും. ശരിയായി ചിന്തിച്ച് മറ്റാരും പറയുന്നത്, ഇവിടെ പറയുന്നത് പോലും കേൾക്കേണ്ടതില്ല. സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ചിന്താധാരയിൽ വേണ്ട മാറ്റം വരുത്തുക. ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. സാമ്പത്തിക അടിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് പണം വരുന്നുണ്ട് പക്ഷേ അതിലേറെ പോകുന്നു. അത് നേരത്തെ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയിരുന്നു. അതായത് പണം വരും പക്ഷേ അതിലേറെ പോകും, ബാധ്യതകളിൽ അകപ്പെടും. ഒരിക്കലും ബാധ്യതകളിൽ നിന്ന് നിവർന്നു നിൽക്കാൻ കഴിയാതെ വരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം, അഭിമാനകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ പണം വരാതെ പോകുന്നു. ഇത് കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നപോലെ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വന്നു അതിലേറെ പോകുന്നു. അത്തരം ബ്ലോക്കുകളും അത്തരം സാമ്പത്തിക അടികളും എത്ര വലിയ മേഖലയിൽ ഇറങ്ങിയിട്ടും, എന്തെല്ലാം അധ്വാനിച്ചിട്ടും, എന്തെല്ലാം ചെയ്തിട്ടും പണം വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വന്നിട്ടും അതിലേറെ പോകുന്നുവെങ്കിൽ അത് മണി ബ്ലോക്കാണ്. അത്തരം മണി ബ്ലോക്കുകൾ വരുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ, സത്യസന്ധമായ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക്